വയനാട് തുരങ്കപാതയിലെ അപകടത്തിന് പ്രധാന കാരണം നിർമ്മാണ കമ്പനിയുടെ സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് കമ്പനി അവഗണിച്ചു. ഇടിഞ്ഞു വീണത് മൺകൂന മാത്രമല്ലെന്നും സുരക്ഷാ ഭിത്തിയും തകർന്നുവെന്ന് റിപ്പോർട്ട്. മരണസംഖ്യ ഏറുന്നു. കേരളം നടുക്കത്തിൽ. സുരക്ഷാ മുന്നറിയിപ്പുകൾ നിർമ്മാണ കമ്പനി അവഗണിച്ചതാണ് വയനാട് തുരങ്കപാതയിലെ അപകടത്തിന് പ്രധാന കാരണമെന്ന് വ്യക്തമാകുന്നു. തുരങ്കപാത നിർമ്മാണത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പുകൾ നിർമ്മാണ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ അവഗണിക്കുകയായിരുന്നു. സുരക്ഷാ ഭിത്തിയുടെ ഇടതുഭാഗത്തെ വിള്ളൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ റോക്ക് നെയിലിംഗിന് പകരം സോയിൽ നെയിലിംഗ് നടത്തിയതും വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര വീപ്പ് ഹോൾസ് നൽകാതിരുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ കമ്പനി അതെല്ലാം അവഗണിക്കുകയായിരുന്നു. 35 മീറ്റർ വരെ ഉയരത്തിലുള്ള കട്ടിയുള്ള മേൽമണ്ണിന്റെ പാളി ജലം നിറച്ച് അപകടം സൃഷ്ടിക്കുമെന്ന നിരീക്ഷണവും കമ്പനി അധികൃതർ അവഗണിച്ചു. ഇതിന്റെയൊക്കെ ഫലമായാണ് ദുരന്തമുണ്ടായതെന്നാണ് ഇപ്പോൾ വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. മാറ്റിയിട്ട മൺകൂനകൾ ഉറച്ച് പാറ പോലെയായത് കുത്തിയൊലിച്ചത് മാത്രമല്ല അപകടത്തിന് വഴിയൊരുക്കിയതെന്നും നിർമ്മാണത്തിൽ അപാകതകളുള്ള സുരക്ഷാ ഭിത്തിയും തകർന്നിട്ടുണ്ടെന്നും വിദഗ്ധ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ മേൽമണ്ണിനുള്ളിൽ ആന്തരിക മണ്ണൊലിപ്പും പൈപ്പിംഗ് പ്രതിഭാസവും അതിവേഗം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട്. ഇത് ചരിവിന്റെ ആന്തരിക ബലം ക്രമേണ കുറയുന്നതിനും ഒടുവിൽ ചെറിയ തോതിലോ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് കാരണമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടിഞ്ഞത് മൺകൂനയല്ല സുരക്ഷാ ഭിത്തിയാണെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. പാറയിലേക്ക് ഘടിപ്പിക്കേണ്ട സുരക്ഷാ ഭിത്തി നിർമ്മിച്ചത് മണ്ണിനോട് ചേർത്താണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സുരക്ഷാ ഭിത്തി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് സംഭവിച്ച പിഴവുകളും ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. റോക്ക് നെയിലിംഗ് ചെയ്ത് പാറയുമായാണ് സംരക്ഷണ ഭിത്തി ഘടിപ്പിക്കേണ്ടത്. സിമന്റും കമ്പിയും മെഷുമെല്ലാം ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി പോലെ നിർമ്മിച്ച് അതിനകത്ത് സ്റ്റീൽ ബാറുകൾ ഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സ്റ്റീൽ ബാറുകൾ പാറയുമായി ഘടിപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ മുകളിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ പോലുള്ളവയെ തടഞ്ഞു നിർത്തുകയുള്ളൂ. ഈ നിലയിൽ സംരക്ഷണ ഭിത്തി പാറയുമായി ഘടിപ്പിക്കുന്നതിന് സാധാരണ നിലയിൽ റോക്ക് നെയിലിംഗും ഷോർട്ട് ക്രീനിങ്ങുമാണ് ചെയ്യുക. എന്നാൽ റോക്ക് നെയിലിംഗിന് പകരം സോയിൽ നെയിലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിലവിൽ പാറയിൽ നിന്ന് വിട്ട് 15-20 മീറ്റർ വിട്ടാണ് സംരക്ഷണ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. റോക്ക് നെയിലിംഗ് ചെയ്യാത്തതിനാൽ പാറയിൽ നിന്ന് വെള്ളം കിനിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങിയെന്നും മഴയുടെ അളവ് കൂടിയപ്പോൾ ഇത്തരത്തിലിറങ്ങിയ വെള്ളം മണ്ണിൽ സമ്മർദ്ദമുണ്ടാക്കിയെന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സംരക്ഷണ ഭിത്തിയിൽ ഓരോ മീറ്റർ ഇടവിട്ട് വെള്ളം വാർന്നു പോകുന്നതിനായി വീപ്പ് ഹോൾസ് വേണ്ടതുണ്ട്. അത് കൃത്യമായി ഇടാത്തതും അപകട കാരണമായി എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വീപ്പ് ഹോൾസ് ഇല്ലാത്തതിനാൽ വെള്ളം വാർന്നു പോകാതെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടായി സംരക്ഷണ ഭിത്തി പൊട്ടി തകർന്നതാണ് അപകട കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപകടത്തിൽ മരണമടഞ്ഞ 7 പേരെ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ എണ്ണം ഇനിയും ഏറുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഒരർത്ഥത്തിൽ ഇത് അപകടമല്ല, കൂട്ടക്കൊല തന്നെയെന്ന് പറയേണ്ടി വരും. ആ ബാധ്യതയിൽ നിന്ന് നിർമ്മാണ കമ്പനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. ആ റിപ്പോർട്ട് നിർമ്മാണ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ എന്തുകൊണ്ടാണ് അവഗണിച്ചത് എന്നതിന് അവർ മറുപടി നൽകിയേ മതിയാകൂ. ആ വിധത്തിൽ കമ്പനിക്കെതിരെ കർക്കശ നിലപാടുകൾ കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയും വേണം.